എൻ്റെ പേര് മാനസ എന്നാണ്. ഞാൻ മഹാരാജാസ് കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിലെ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ആയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പോകാറുണ്ട് പല മൂവീസിലും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഞാനും പോയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഫിലിമിലൊക്കെ. അപ്പോൾ പോയ ഒരു 4 ഫിലിം എടുക്കുകയാണെങ്കിൽ 4 ഫിലിമിലും അതിൽ 3 ഫിലിമിലും ജൂനിയർ ആർട്ടിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണ്. അപ്പോൾ അവരെ ഒരു ഹ്യൂമൺ ആണ് എന്നുള്ള റെസ്പെക്റ്റ് പോലും കൊടുക്കാതെ അവരുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യുന്ന നാച്ചർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന് എപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവും? അവരും മനുഷ്യർ തന്നെയല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു വാല്യൂ. നമ്മളെല്ലാം വരുന്നത് ചിലർ പാഷൻ കൊണ്ട് വരാം, ചിലർ പാർട്ട് ടൈം ആയിട്ടെന്ന് പറയുമ്പോൾ ഏണിങ്സിന് വരാം, അല്ലെ അങ്ങനെ വരുന്നവരുണ്ടാവും. അപ്പോൾ അവരും മനുഷ്യരാണ് എന്നുള്ളൊരു വാല്യൂ കൊടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എവിടെ പോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകൾ പറഞ്ഞു. B32 to 44 അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം ഫെസ്റ്റിവലിന് അവിടുന്ന് കണ്ടത്. അതേപോലെ തന്നെ നിള എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും ഈ നിള എന്ന് പറയുന്നത് കേട്ടത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. ഇതേപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഒരു മൂവീസ് ഉണ്ട്. ഞാനിപ്പോൾ B32 ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവരങ്ങനെ ഒരു മൂവി കേട്ടിട്ടില്ല. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇതറിയാത്തവരുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണോ ഇത് ബാക്കിയുള്ള ജനങ്ങളിൽ എത്താത്തത്? അതിന് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ എൻകറേജ് ചെയ്യാത്തത്? ഇപ്പോൾ ബാക്കിയുള്ള കൊമേഴ്ഷ്യലായിട്ട് ഒരുപാട് പടങ്ങൾ നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്, തിയേറ്ററിൽ പോകുന്നുണ്ട്, നല്ല രീതിക്ക് ഓടുന്നുണ്ട്. ഇത് കാണേണ്ട ജനങ്ങളിൽ കൂടുതലായിട്ട് എത്തേണ്ട സിനിമകൾ എന്തുകൊണ്ട് അത് എത്തുന്നില്ല? ഹലോ, ഹായ്, സമീർ ദിസായി. ആക്ച്വലി ഞാൻ ബോംബെ വർക്ക് ചെയ്യുന്നത്, I work in Bollywood. So actually whatever the discussion is happening, I feel നമ്മൾ ജനറലൈസ് എന്താ വെച്ചാൽ ആണും പെണ്ണും in Bombay we never treat them like a female, equal, treat them like a equal because it's a teamwork. So I don't know why, like in Kerala also things are changing. Like I am working on a Malayalam project, it's an anthology and female writer ആണ് എഴുതി, എൻ്റെ പ്രൊഡ്യൂസർ ഫീമെയിൽ ആണ്. ഓക്കെ, Mitta is there. She always worked with me as a makeup artist in my Bombay projects and everywhere. Recently, like right now, we did Hollywood series, and that in our series director female DOP ആയിരുന്നു, Spain in the one there. It's we need to change. In a sense, things are changing, and the pressure in the mindset. ആണുങ്ങളുടെ mindset, it will take time to change. It's all about the upbringing. ഇപ്പോൾ സ്കൂളിൽ ആണും പെണ്ണും പഠിക്കുന്ന കുട്ടികളെ നോക്കിയാൽ you can see here also. They are buddies. ആണും പെണ്ണും കൈ വെച്ച് ഇങ്ങനെ വന്ന് ഇരിക്കും. For them, അത് ഫീമെയിൽ അല്ല, ആണല്ല. For them, they are like equal. Need to change. Kerala is still changing. ആണും പെണ്ണും ഡിഫറൻസ് നമ്മുടെ പഴയ കാലത്തോട് നടക്കുവായിട്ട് I have seen. I'm not born and brought up here. എൻ്റെ അമ്മ മലയാളിയാണ്, ഡാഡ് ഈസ് ഫ്രം രാജസ്ഥാൻ. So I got to know, ഞാൻ ഹോളിഡേയ്സ് വന്ന സമയത്ത് എനിക്കും ഉണ്ടായ പ്രശ്നങ്ങളുണ്ട്. യു കാൻ ടോക്ക് ടു ദ ഫീമെയിൽസ്, യു കാൻ ടോക്ക്. സ്ത്രീകളായാൽ 6 മണിക്ക് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ല, പെണ്ണുങ്ങൾക്ക് ജീൻസ് ഇടാൻ പറ്റത്തില്ല, ഷോർട്സ് ഇടാൻ പറ്റില്ല, ഹാഫ് സ്ലീവ്സ് ഇടാൻ. മൈ മദർ ഫേസ് ദാറ്റ് പ്രോബ്ലം. So the mindset has to change. And whoever filmmakers, I respect all the filmmakers because Malayalam is one of the best industry. നമ്മുടെ സിനിമകൾ കഥകളാണ് നമ്മുടെ പവർ. We are the storytellers. Bollywood, we are good with the making. We have the budgets, we make big films. Even now the Telugu and Tamil and other industries are doing. Now if you see the change, as Gio sir said, things are changing. Chaduri worked on his film. She's a very good friend of mine. She's working on my project also. Things are changing, but it will take time. Mark my word, after 5 years or 10 years, you will not talk about this issue. Because things are changing in Malayalam also. But you need to give a chance to the new breed. That is what also happening in what the problem right now. When someone comes with a female subject, producers, especially whoever producer, male or female, people have a problem. Oh, female centric are produce cheyalle, flop out. Ask any male director also, if they have a female subject, people face problem. No, produce cheyalle, because all the industries are male dominating, which is the reality. And you can't change. Whatever you try, you won't change. You have to do it by yourself. As someone said, സ്ത്രീകൾ പ്രൊഡ്യൂസർ ആയിട്ട് റൈറ്റർ ആയിട്ട് ആക്ടർ ആയിട്ട് അങ്ങനെ വരണം.
Appa change now. When you make your mark, like Bombay, Zoya Akhtar. I'll tell you my example. I was in a film school, and there one poster was there in our film school. In a lot of filmmakers' posters were there. So in that, Zoya's poster was there. Okay, I'll give you the example. As a guy, I was like, and she did Lag Bhai Chand, her first film. So I was like, Satyajit Ray Koodum, Ellare Koodendukku avul Zoya poster vache. Trust me, after 2-3 years, when Zindagi Na Milegi Dobara came and other films came, I'm a big fan of her. She made her own mark, and that's how we have to work. Females have to come out and they need to prove themselves, because it is a male dominating society. So that's the part. And the good thing is happening, Parvati and other actresses, and they are doing great. They are making their name. Anjali Menon is a female director from the Malayalam. Now people from the Bollywood knows her. So now, and the insecurity is what? It's all about either like നമ്മൾ സ്പെഷ്യലി മെയിൽ ഡോമിനേറ്റിംഗ് സൊസൈറ്റിയാണ് പീഡിപ്പിച്ച് വെച്ചത്. നമ്മൾ പേടി സ്ത്രീ വന്നാൽ ഇതാവും അതാണ്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇൻ ബോംബെ വി ഹാവൻറ്റ് ഫേസ് ലൈക്ക് ദാറ്റ്. ഞങ്ങൾ സെറ്റ് സ്ത്രീകൾ ഷോർട്സ് ഇട്ട് നടക്കും. They talk like a guys buddies, and we talk and we shoot till late night, and we go to everywhere shooting locations. It's all about the mindset, and we need to change, and it will change. That's what I'm saying. The argument always will happen. ഇത് ഇവിടെയല്ല, ഓഫീസുകളിൽ ഉണ്ടായിരിക്കും, വേറെ സ്ഥലത്തുണ്ട്, വീട്ടിലൊക്കെയുണ്ട്. ആണും പെണ്ണും സ്ഥിതി പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾ കൂടുതൽ കാശുണ്ടാക്കിയാൽ ആണുങ്ങൾക്ക് പ്രശ്നമുണ്ട്. സ്ത്രീകൾ കൂടുതൽ സംസാരിച്ചാൽ ആണുങ്ങൾക്ക് പ്രശ്നമുണ്ട്. No, you can't talk like that. You can't be bold enough to say your demand. So things will change. It takes time. So I think the youth, where if you see the youth here, I think that's the proof that things are changing. And mark my word, after 5 years, this won't be happening. This discussion won't be happening. The females will take over everything. So yeah, that's what I want to say. Thank you so much. With regard to what he said, what you just said now, അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾ കടന്നു വരണം മുന്നോട്ട്, എഴുത്തുകാരായിട്ടും ഡയറക്ടേഴ്സായിട്ടും എല്ലാം. തീർച്ചയായിട്ടും ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെ കടന്നു വന്നൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉള്ള ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നല്ല. അതിനോടൊപ്പം തന്നെ ഫോർ എക്സാമ്പിൾ കാതൽ, ഇപ്പോൾ ജിയോ സർ സംവിധാനം ചെയ്ത സിനിമ, അതിനകത്ത് എന്തൊരു ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് ജ്യോതിക എന്ന് പറയുന്ന നടി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പം അവരെ പോലെ ചിന്തിക്കുന്ന ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രത്തെ സ്കെച്ച് ചെയ്യാനും അത് മുന്നോട്ടൊരു സിനിമയിൽ കഥാപാത്രമായിട്ട് മുന്നോട്ട് വെക്കാനും ആ സ്ത്രീയുടെ സിനിമയിലുള്ള കഥാപാത്രമായ ഭാര്യയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ ആ ഭർത്താവിന് കഴിഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമല്ല നിങ്ങളെപ്പോലുള്ള പുരുഷന്മാർക്കും ഈ മാറ്റം കൊണ്ടുവരാൻ പറ്റും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ. അപ്പം ഫ്രം യു ഓൾസോ, can you all get your name please? Sorry? Samir, am I right? I wish you all the best, Samir. Someday I hope to work in your film where you bring on about a great change. Yeah, all the best to you. Thank you. നമസ്കാരം.